സൂസറൽ മത്സരത്തിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. എനിക്കെന്ന പ്രിയ ശ്രോതാക്കളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഈ ലോക രക്ഷിതാവായ കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുവാൻ വേണ്ടി ആ കുരിശ് നിർമ്മിച്ച ആ തടിയുടെ പേര് ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കറിയാൻ വയ്യതുകൊണ്ട് ചോദിച്ചു. ഈ ലോക രക്ഷിതാവായ യേശുവിനെ ക്രൂശിൽ തറയ്ക്കാൻ വേണ്ടി കുരിശ് പണിത ആ തടിയുടെ പേര്. ഇനി ഈ ലോക സൃഷ്ടിതാവല്ലേ ഏറ്റവും കാതറുള്ള അല്ല തേക്കോ കടമരമോ അതെനിക്ക് അറിയത്തില്ല, ഏതാണെന്ന് ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് വലിയ പുതിയൊരു അറിവായിരിക്കും. ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ. ആ മരത്തിൻ്റെ 3 സാധനങ്ങൾ ചേർത്താണ് ആ കുരിശ് പണിതത്. എന്താണ്? ഒന്ന് നമ്മുടെ ശാപം, പിന്നെ പാപം, രോഗം. ഇത് 3 കൂടെ ചേർത്താണ് കുരിശ് പണിതത്. ഒരു ദിവസം ഞാൻ ചർച്ചിൽ ആരാധനയ്ക്കിരുന്നപ്പോൾ വർഷപ്പെട്ടവരുടെ ഇടയിൽ എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ് ഈ പാട്ട്. എൻ്റെ പാപങ്ങൾ കൊണ്ടൊരു കുരിശ് തീർത്തു, എൻ്റെ ശാപങ്ങൾ കൊണ്ട് മുൾക്കിരീടം തീർത്തു, എൻ്റെ രോഗങ്ങളാൽ 3 ആണികൾ തീർത്തു, അതെൻ്റെ ജീവനിൽ തറച്ചിറക്കി. അതെ, നമ്മുടെ പാപങ്ങളും ശാപങ്ങളും നമ്മുടെ രോഗങ്ങളും ചേർത്താണ് കർത്താവിന് കുരിശ് പണിതിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റാൻസ് പറയുന്നത് 2 ദിനങ്ങൾ നിരാശതൻ മൂടുപടം, 3-ാം നാളിലോ പ്രത്യാശതൻ പൊൻവെളിച്ചം. അതെ, വെള്ളിയാഴ്ച 3:30 മണിയായപ്പോൾ കർത്താവിനെ ക്രൂശിൽ തറച്ചു. ആ വെള്ളി ശനിയെല്ലാം എന്താണ്? മനുഷ്യർക്ക് നിരാശതയുടെ മൂടുപടം എന്ന് പറഞ്ഞാൽ കർത്താവ് ശിഷ്യന്മാർ വരാൻ പറഞ്ഞുണ്ട്. അവർക്ക് ഡൗട്ടുണ്ടായിരുന്നു, കർത്താവിന് ഉയർത്തെഴുന്നേൽക്കുമോ? നമ്മുടെ ആകെ ഉണ്ടായിരുന്ന ജോലി, നമ്മളെ മീൻപിടുത്തവും നമ്മൾ ഉപേക്ഷിച്ചു, ഇനി എന്തോ ഒന്നേന്ന് തുടങ്ങണോ? കർത്താവിന് ഉയർത്തെഴുന്നേറ്റ് വരുമോ? അവർക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡൗട്ടടിച്ചിരുന്നപ്പോഴാണ് കർത്താവ് നടുവിൽ വന്നുകൊണ്ട് നമുക്ക് സമാധാനം എന്ന് പറഞ്ഞത്. അപ്പോൾ മാനവജാതിക്കെല്ലാം എന്താണ് ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമോ എന്നൊക്കെ ഡൗട്ടായിരുന്നു. അപ്പോൾ 2 ദിനങ്ങൾ നിരാശതൻ മൂടുപടം, 3-ാം ദിനമോ ആ പുനരുത്ഥാനത്തിൻ്റെ ദിവസം എന്താണ്? പ്രത്യാശതൻ പൊൻവെളിച്ചം. അബ്ബാപിതാന്ന് വിളിക്കാൻ എന്താണ്? ആ തിരുമാറിലൊന്ന് ചാരാൻ തിരശ്ശീല ചിന്തിയവൻ. അതെ, കളനെന്ന് മുദ്ര കുത്തി കാൽവറി കയറ്റി നമ്മുടെ കർത്താവിനെ. ആ കളൻ എന്നുള്ള മുദ്ര എപ്പോഴാണ് പൊട്ടിയെന്നറിയാമോ? എല്ലാവർക്കും അറിയാമല്ലോ എപ്പോഴാണ്? കർത്താവിനെ ക്രൂശിൽ കിടന്ന് ജീവൻ പോകുന്ന സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകൾ തുറന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ഇല്ല. ആ സമയത്താണ് എന്താണ്? ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പോൾ എന്താണ് അവരെല്ലാവരും എന്താണ് പറഞ്ഞത്? ഇവന് സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന്. അതെ, അപ്പോൾ ആ ഒരു പറച്ചിൽ ഇല്ലാതായത് അന്നേരമാണ്, കർത്താവിൻ്റെ ക്രൂശമരണത്തോടു കൂടിയാണ്. അപ്പോൾ അടുത്തത് പറയുന്നത് അവൻ്റെ മരണവാശ വഴിച്ചെന്നെ ആത്മാവിൽ സ്വതന്ത്രയാക്കി. നമുക്ക് വിരോധം പ്രതികൂലമായ കൈയെടുത്ത് കർത്താവ് ക്രൂശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു. നമ്മളെ അടിമയുഗത്തിൽ കുടുങ്ങിക്കിടന്ന ആ പഴയ കാലത്തെ ന്യായപ്രമാണത്തിൻ്റെ കാലത്തെ ആ അടിമയുഗത്തിൽ നമ്മൾ കുടുങ്ങിക്കിടന്നു. നമ്മളെന്തുവാണ്? അബ്ബാപിതാവെന്ന് വിളിക്കാൻ പുത്രത്തിൻ്റെ അവകാശം തിരുമാറിലൊന്ന് ചേരാൻ കർത്താവ് തിരശ്ശീലയിൽ സ്വന്തം ദേഹമാകുന്ന തിരശ്ശീല കർത്താവ് ചിന്തി. അവിടെ വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഒന്നിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ചെല്ലുക. ഒരപ്പനോട് മക്കൾക്ക് വല്ലതും കാര്യം പറയാനെ കൊണ്ട് അവിടെ ഒരു കർട്ടൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ചെല്ലുക. നമ്മളെല്ലാവരും നമ്മളപ്പന്മാരോട് പറയുന്നത് അല്ലേ, നമ്മുടെ ഭർത്താക്കന്മാരോട് പറയല്ലേ എനിക്കിന്നത് വേണം എന്നും പറഞ്ഞുകൊണ്ട് ദൂരെ മാറി അടുത്ത് നിന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ആ പിതാവ് നമുക്കൊരു സ്വാതന്ത്ര്യം, ആത്മാവിൽ നമ്മളെ മരണഭാഷ വഴിച്ച് നമ്മളെ ഈ ലോകസത്തിൻ്റെ പിടിയിലായിരുന്നു നമ്മളെ ആ മരണഭാഷ വഴിച്ച് കർത്താവ് നമ്മെ ആത്മാവിൽ സ്വതന്ത്രരാക്കി എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ പാട്ട് കേൾക്കാം. എൻ്റെ പാവങ്ങൾ കൊണ്ടൊരു കുരിശ് തീർത്തു, എൻ്റെ ശാപങ്ങൾ കൊണ്ട് മുൾക്കിരീടം തീർത്തു, എൻ്റെ രോഗങ്ങളാൽ 3 ആണികൾ തീർത്തു. നിങ്ങൾക്കായി പാടുന്നു സൂസൻ ഉളനൂർ. ഇത് സൂസൻ ഉളനൂർ മ്യൂസിക്. എല്ലാവരും പാട്ട് കേൾക്കുക, ഷെയർ ചെയ്യുക. എൻ്റെ പാവങ്ങൾ കൊണ്ടൊരു കുരിശു തീർത്തു, എൻ്റെ ശാപങ്ങൾ കൊണ്ട് മുൾക്കിരീടം തീർത്തു, എൻ്റെ രോഗങ്ങളാൽ 3 ആണികൾ തീർത്തു, അവൻ ജീവനിൽ തറച്ചിറക്കി. എൻ്റെ പാവങ്ങൾ കൊണ്ടൊരു കുരിശു തീർത്തു, എൻ്റെ ശാപങ്ങൾ കൊണ്ട് മുൾക്കിരീടം തീർത്തു, എൻ്റെ രോഗങ്ങളാൽ 3 ആണികൾ തീർത്തു, അവൻ ജീവനിൽ തറച്ചിറക്കി. എൻ്റെ പാപങ്ങൾ കൊണ്ടൊരു
കുരിശു തീർത്തു. 2 ദിനങ്ങളിൽ നിരാശതൻ മൂടുപടം, 3-ാം ദിനത്തില് പ്രത്യാശതൻ പൊൻവെളിച്ചം. 2 ദിനങ്ങളിൽ നിരാശതൻ മൂടുപടം, 3-ാം നാളില് പ്രത്യാശതൻ പൊൻവെളിച്ചം. അബ്ബാ പിതാവേ എന്നാർത്ത് വിളിച്ചൊരാ തിരുമാർവിലൊന്നു ചാരാൻ തിരശീല ചിന്തിയവൻ എൻ്റെ പാപങ്ങൾ കൊണ്ടൊരു കുരിശു തീർത്തു. എൻ്റെ ശാപങ്ങൾ കൊണ്ട് കിരീടം തീർത്തു. എൻ്റെ രോഗങ്ങളാൽ 3 ആണികൾ തീർത്തു. അവൻ ജീവൻ്റെ ജീവനിൽ തറച്ചിറക്കി എൻ്റെ പാപങ്ങൾ കൊണ്ടൊരു കുരിശു തീർത്തു. ഈ ലോക സാത്താന്റെ ബന്ധനത്തെ അഴിച്ചവൻ, മേലോക വാഗ്ദാനം എനിക്കായി ഒരുക്കിയവൻ. മരണപാശം അഴിച്ചവൻ എൻ്റെ ബന്ധനത്തെ അഴിച്ചെന്നെ ആത്മാവിൽ സ്വതന്ത്രയാക്കി. എൻ്റെ പാവങ്ങൾ കൊണ്ടൊരു കുരിശു തീർത്തു. എൻ്റെ ശാപങ്ങൾ കൊണ്ട് കിരീടം തീർത്തു. എൻ്റെ രോഗങ്ങളാൽ 3 ആണികൾ തീർത്തു. അവൻ ജീവൻ്റെ ജീവനിൽ തറച്ചിറക്കി എൻ്റെ പാവങ്ങൾ കൊണ്ടൊരു കുരിശു തീർത്തു. താങ്ക് യു വെരി മച്ച്.